ഞാൻ ചോദിച്ചത് ലാത്ത ഉസ്സ എന്നിവർ മഹാന്മാരാണെങ്കിൽ അങ്ങനെ സാധ്യതയില്ല. മഹാനാണെങ്കിൽ നിങ്ങൾ തെളിയിക്കണം. ഞാൻ തെളിവ് കൊണ്ടുവരികയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ചർച്ച ചെയ്യും. കൊണ്ടുവരും. അപ്പോൾ ചർച്ച ചെയ്യുന്നതിന് അല്ല പിന്നെ നിങ്ങൾ സാധ്യത പറയാം. ഞങ്ങൾക്ക് ഇവിടെ ഔലിയാക്കളും അമ്പിയാക്കളും ഇല്ലാത്ത പ്രശ്നമുണ്ടോ? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി ഞങ്ങളെ നേതാവ് ഞങ്ങളെ മുന്നിലുണ്ട്. ഒഹിയത്തിൽ ശേഖ് ഞങ്ങളെ മുന്നിലുണ്ട്. മമ്പുറം ഞങ്ങളുണ്ട്. ഈ മഹാന്മാരെല്ലാം ഉണ്ടാവുമ്പോ നിങ്ങളൊരു സാധ്യത ഏത് നിങ്ങൾക്ക് നേതാവാണോ എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഖുർആനും സുന്നത്തും പറഞ്ഞ അമ്പിയാക്കൾ ഔലിയാക്കളുണ്ട്. ഞങ്ങൾ വിളിക്കുന്നു യാ സയ്യിദി യാ റസൂലല്ലാഹ്. നിങ്ങൾ ആരെങ്കിലും മക്കളെ ലാത്തനെ വിളിക്കലുണ്ടോ? ഉണ്ടോ? ഇല്ല. എന്തിനാ മോനെ സാധ്യത? നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് സാധ്യത വരണമെങ്കിൽ ലാത്ത മഹാനാണെന്ന് നിങ്ങൾ തെളിയിച്ചുകൊണ്ട് വാ. ഒരു വാക്യം ഞാൻ ചോദിച്ചത് ലാത്തയും ഉസ്സയും മഹാനാണെന്ന് തെളിഞ്ഞാലല്ലേ? അങ്ങനെ തെളിയിക്കും മോനെ. ആൺകുട്ടിയാണെങ്കിൽ തെളിയിക്കും. വെല്ലുവിളിക്കുന്നു നിങ്ങൾ തെളിഞ്ഞാൽ അങ്ങനെ സാധ്യത. തെളിയിക്കൂ. ഇതേ മോനെ കുറെ കാലം ഈ ചോദ്യം കേട്ട് നിങ്ങളുടെ തട്ടിപ്പ് ഞങ്ങളെ മുന്നിൽ നടക്കൂല. കൃത്യമായി ഞാൻ പറയാം. ലാത്ത ഉസ്സ നേതാവാണോ അല്ലേ നിങ്ങൾ തെളിയിക്കണം. തെളിയിച്ചാൽ ചർച്ച ചെയ്യാം. ഞങ്ങളെ വാദം അതൊന്നുമല്ല. ഞങ്ങളെ വാദം ഞങ്ങൾ വിളിക്കുന്നു ഞങ്ങളെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി മഹാനായ മുഹയ്യദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. ഞങ്ങളെ ഇമാമിങ്ങളെ ഞങ്ങൾക്ക് എന്തില്ല തെങ്ങായി, ഞങ്ങൾക്ക് എന്ത് ഞങ്ങൾക്ക് മനാത്ത മടവൂർ ഷേഖ് മഹാനായ അങ്ങനെ മഹാനാണെന്ന് നിങ്ങൾ പറയുന്നത് കണ്ടാണല്ലോ അദ്ദേഹം. തീർച്ചയായും മഹാനാണ്. അങ്ങനെ ഞാൻ ഉറപ്പാണ്. ആയതുകൊണ്ടാണ് വിളിക്കുന്നത്. തീർച്ചയായും. എങ്കിൽ ലാത്തയും ഉസ്സയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലാത്ത ഉസ്സയും മനാത്തയും അത് നേതാ മഹാന്മാരാണെങ്കിൽ നിങ്ങൾ തെളിവ് കൊണ്ടുവാ. ഞങ്ങളെ വാദം ഞങ്ങൾ പറഞ്ഞു. മഹാന്മാരോട് സഹായം തേടുന്നതിന് കുഴപ്പമില്ല. ലാത്ത നേതാവാണോ മഹാനാണോ? വിഭാറത്ത് കൊണ്ടുവാ മോനെ. അപ്പോൾ ഞാനതിന് മറുപടി പറയും. എന്നാ പിന്നെ പ്രശ്നം തീരുകയും ചെയ്തു. ലാത്ത നേതാവാന്ന് ഇവർ പറഞ്ഞിട്ടില്ല. അതോടുകൂടി ആ വിഷയം അവിടെ കഴിഞ്ഞു. മോനെ ആ തട്ടിപ്പ് ഞങ്ങളെ മുന്നിൽ നടക്കൂല. ഞങ്ങൾക്ക് വിളിക്കാൻ എന്തിന് ലാത്ത, ഞങ്ങൾക്കെന്തിന് ഉസ്സ, ഞങ്ങൾക്കെന്തിന് മനാത്ത? ഞങ്ങൾ വിളിക്കുന്നത് ത്വാഹ റസൂലുള്ളാഹി. നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടോ നേതാവാന്നുള്ള അഭിപ്രായത്തിൽ? ഞങ്ങൾ വിളിക്കുന്നത് അപ്പൊ ഒരു കാര്യം ഇപ്പൊ സമ്മതിച്ചിട്ടോ? അൽഹംദുലില്ലാഹ്. റസൂലുള്ളാഹിനെ വിളിക്കാം, മുഹയ്യദ്ദീൻ ശൈഖിനെയും വിളിക്കാം, ബദരീങ്ങളെയും വിളിക്കാം. ഇനിയിപ്പോ ലാത്തനെ വിളിക്കാൻ പറ്റോ? ഞാൻ പറഞ്ഞല്ലോ അബൂജഹൽ വിളിച്ച വിളിക്കാൻ പറ്റൂല. തർക്കമല്ല. ഒരു വിഷയം ഞാൻ കയ്യിലില്ല. ഇനി ലാത്ത സ്വാലിഹാണോ നേതാവാണോ ഇബാറത്ത് നിങ്ങൾ കൊണ്ടുവാ. ധൈര്യമുണ്ടെങ്കിൽ ആ ഇബാറത്തിന്റെ അർത്ഥം ഞങ്ങൾ പറഞ്ഞു തരും. നിങ്ങൾ കണ്ടിട്ടില്ല എന്നാണോ നിങ്ങൾ മനസ്സിലാക്കിയത്? ധൈര്യമുണ്ടെങ്കിൽ ഇബാറത്ത് നിങ്ങൾ കൊണ്ടുവാ. അസ്സലാമു അലൈക്കും. എന്റെ പേര് ഷുക്കൂർ. ഇപ്പൊ നേരത്തെ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യമല്ല. ഇവിടെ മുൻപ് ഒരു ക്ലിപ്പിംഗ് കാണിച്ചു, ബാലുശ്ശേരി എറണാകുളത്ത് പ്രസംഗിക്കുന്നത്. ആ ഉസ്താദിന്റെ ചോദ്യത്തില് ഇവിടെ പലവരും ചിരിക്കണേം കണ്ടു. കാരണം ഖബറുകൾ കെട്ടിപ്പൊക്കുന്നത് ശിർക്കാണോ എന്നുള്ള ചോദ്യം. അത് ശിർക്കല്ല എന്ന് പറയുന്ന ഇതാണ് ഇവിടെ കാണിച്ചത്. അപ്പൊ അത് ചെയ്യാമെന്നൊരു തെറ്റിദ്ധാരണ മൂപ്പര് കൊടുക്കുന്നതായിട്ടാണ് പറഞ്ഞത്. ആ ഡിസ്കിന്റെ അദ്ദേഹം പറഞ്ഞതിന്റെ ബാക്കി ഭാഗം ഒന്ന് കാണിക്കാം. ഏതിന്റെ? ആ ഖബറുകൾ കെട്ടിപ്പൊക്കുന്നത് ശിർക്കല്ല എന്നാ ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ ഒരു മിനിറ്റ്. അദ്ദേഹം പറയുന്നത് ഞാൻ ആ സ്പോട്ടിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അതെ. അദ്ദേഹം പറഞ്ഞു ഖബറുകൾ കെട്ടിപ്പൊക്കുന്നത് ശിർക്കല്ല ബിദ്അത്താണെന്നാ പറഞ്ഞത്. പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായില്ല. നിങ്ങൾ ഇരിക്കാൻ പറഞ്ഞത് നിങ്ങൾ ചൂടാണ് അല്ല. പക്ഷെ ഇവിടെ മുസ്ലിം ആ ഭാഗം കട്ട് ചെയ്തപ്പോൾ ഇവിടുത്തെ ജനം എന്ത് ചിന്തിച്ചെന്ന് അറിയാമോ? ഖബറുകൾ കെട്ടിപ്പൊക്കുന്നത് നല്ല കാര്യമാണ്. അങ്ങനെ ചെയ്യില്ല. ഞങ്ങൾ പറഞ്ഞെന്തെങ്കിലും നിങ്ങളെ പുറത്തേക്ക് ചിന്തിച്ചു പോയി. അതാണ് അപകടം പറ്റും. ആ ക്ലിപ്പ് നിർത്തി. ഞാൻ പറഞ്ഞു എന്താണ് അപകടം. നിങ്ങളെ നമ്മൾ ആ സീഡി തന്നെ വേണം. ഞാൻ എന്തിനാ നിങ്ങൾ ബേജാറാണ്? സീഡി വേണ്ട. ഞാൻ പറഞ്ഞ എന്താന്ന് മോന് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു എന്താ സംഭവം എന്നറിയാം. ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് എവിടെ എന്താ ശിർക്കാണോ ശിർക്കല്ലേ? നിങ്ങളുടെ പടാ നേതാക്കൾ ഞാൻ എന്തിനാ പറഞ്ഞു? ഇത്രയും ജനങ്ങളിവിടെ സാക്ഷിയാക്കി ബാലുശ്ശേരി ഖബർ കെട്ടിപ്പൊക്കൽ അനുവദനീയമാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു
ഇല്ല പറഞ്ഞില്ല. നിങ്ങൾ മനസ്സിലാക്കിയത് വെച്ചതാ അത് ബിദ്അത്തല്ല എന്ന് അയാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു അവൻ പറഞ്ഞിട്ടില്ല. ഞാൻ എന്താ പറഞ്ഞേ, മുജാഹിദ് നേതാക്കൾക്ക് ശിർക്ക് തിരിഞ്ഞിട്ടില്ല. അതിന്റെ തെളിവാണെന്ത്? മുജാഹിദ് ബാലുശ്ശേരി അദ്ദേഹം കോഴിക്കോട് മുജാഹിദ് സെന്ററിൽ ചെന്നപ്പോ എന്ത് പറഞ്ഞു? ഖബർ കെട്ടിപ്പൊക്കൽ തന്നെ ശിർക്കാണ്. ഞാൻ അടിവരയിട്ട വാചകം, നമ്മളെ ഏറ്റവും വലിയ വിഷയം ഇവിടെ ശിർക്കാണ്. ഖബർ കെട്ടിപ്പൊക്കൽ തന്നെ ശിർക്കാണ് എന്ന് മുജാഹിദ് ബാലുശ്ശേരിയോട് നേതാവ് പറഞ്ഞപ്പോ അയാൾ നേതാക്കളോട് ചോദിക്കുക, പൊന്നാര ഹബീബി എന്താ ഈ പറയുന്നത്? ഖബർ കെട്ടിപ്പൊക്കിയാൽ തന്നെ ശിർക്കാണെന്നാണോ? എന്താ നമ്മളെ അവസ്ഥ? നമ്മളെ ബടാ നേതാക്കളല്ലേ ഇത് പറയുന്നത്? അപ്പൊ ശിർക്ക് നമ്മളെ നേതാക്കൾക്ക് തിരിഞ്ഞിട്ടില്ല. ഈ ഒരു പോയിന്റ് പറയാനാണ് ഞാൻ ഈ സദസ്സിനെ അത് കേൾപ്പിച്ചത്. അല്ലാതെ മുജാഹിദ് ബാലുശ്ശേരി അവിടെ ഖബർ കെട്ടിപ്പൊക്കൽ ബിദ്അത്തല്ല, മുജാഹിദ് ബാലുശ്ശേരി ബിദ്അത്തല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വാദമുണ്ടോ? ഇല്ല. അയാളത് ബിദ്അത്താണെന്ന് പറയുന്ന ആളാ, അത് ചെയ്യരുത്. അയാൾ പറഞ്ഞാലും കൂടി ഞങ്ങൾ അംഗീകരിക്കുക. അയാൾ എന്തെല്ലാം പറയും? പൊട്ടപ്പോയത്തെ മാത്രം പറയുന്ന ഒരാളെ കൗല് എന്തിന് ഞങ്ങൾക്ക് അംഗീകരിക്കണം? ഞാനൊരു പോയിന്റിനാണത് കേൾപ്പിച്ചത്. ആ പോയിന്റ് ഇവിടെ വളരെ വ്യക്തമാണ്. അതുകൊണ്ട് കേൾപ്പിച്ചു കൊടുത്തോളൂ. ആ ചർച്ചയിൽ ഫസ്റ്റ് തന്നെ പറയണെന്നറിയും, ഖബർ കെട്ടി ഉയർത്തൽ തന്നെ ശിർക്കാണ്. ഞാൻ പറഞ്ഞു, പൊന്നാര ഹബീബി എന്താ ഈ പറയുന്നത്? അതാ നമ്മുടെ ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ പോലും എന്ത് നിങ്ങൾ ശരിക്കും പഠിച്ചോളിട്ടോ, നമ്മുടെ ഇന്നത്തെ അവസ്ഥ പഠിച്ചോളി. ഖബർ കെട്ടി ഉയർത്തൽ ശിർക്കാണ് വാദിക്കുക മാത്രമല്ല, ഷൗട്ട് ചെയ്ത് എന്നെ ഇരുത്തിച്ചു മുജാഹിദ് സെന്ററിൽ CD ടവറിൽ. ചോട്ടകളല്ല, ആ ഒരു പോയിന്റ് തെളിയിക്കാനാണ് ഞാനത് കാണിച്ചത്. അല്ലാതെ അയാളത് അനുവദനീയമാണ്. മുജാഹിദ് ബാലുശ്ശേരി ഖബർ കെട്ടിപ്പൊക്കാന്ന് പറഞ്ഞൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ നേതാക്കൾക്ക് ശിർക്ക് തിരിഞ്ഞിട്ടില്ല എന്ന് ബാലുശ്ശേരി തന്നെ പറഞ്ഞു എന്ന് പറയാനാണ് നമ്മൾ ആ പോയിന്റ് കൊണ്ടുവന്നത്. ഓക്കെ, അത് തിരിഞ്ഞു. എന്തെന്നാ ഈ ജനത്തെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാ. കാരണം അങ്ങനെ കാണിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ പറയട്ടെ, ഞങ്ങൾ പറഞ്ഞു കാണിച്ചു. ഓക്കെ, അദ്ദേഹം പറഞ്ഞത് ശിർക്കല്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇവിടെ ഒരുപാട് ജനം ചിന്തിച്ചിട്ടുണ്ടാവും ഇല്ല. ശരി, അപ്പോൾ കാണിച്ച എനിക്ക് എന്റെ ലക്ഷ്യം അതിൽ എന്റെ ലക്ഷ്യം പൂർത്തിയായി. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഞങ്ങൾക്കായി തോക്കില്ല. മുജാഹിദ് ബാലുശ്ശേരി എന്റെ ചോദ്യം ഞാൻ ചോദിക്കാൻ വന്ന ചോദ്യമാണ്. മുജാഹിദ് ബാലുശ്ശേരി സുന്നിയായി ഞങ്ങൾക്ക് അഭിപ്രായമാണ്. ഞാൻ പറയുന്നത് എന്താ അറിയാം, മുജാഹിദ് ബാലുശ്ശേരി ഇപ്പോഴും പറയുന്നത് ഖബർ കെട്ടിപ്പൊക്കൽ ബിദ്അത്തും തെറ്റുണ്ടെന്ന ബാലുശ്ശേരിയാ പറഞ്ഞോണ്ട് ഞങ്ങൾക്ക് ഒരു ചുക്കൂല്ല. കാരണം ഞങ്ങൾ ബാലുശ്ശേരി അംഗീകരിക്കാൻ വന്നവരല്ല. മനസ്സിലായില്ലേ? പിന്നെ ഞാൻ എന്തിനത് കാണിച്ചു? മുജാഹിദ് ബാലുശ്ശേരിയിൽ പറഞ്ഞിട്ടുണ്ടപ്പോ ഞങ്ങൾക്ക് ഖബർ കെട്ടിപ്പൊക്കാൻ അതിന്റെ ഒരു ആവശ്യമില്ല. മുജാഹിദ് ബാലുശ്ശേരി എന്ത് പറഞ്ഞു? ഞങ്ങളുടെ പടാ നേതാക്കൾക്ക് തന്നെ ശിർക്ക് തിരിഞ്ഞിട്ടില്ല. ആ ഒരു പോയിന്റ് കൊണ്ടുവരാനാണ് ഞാനത് കേൾപ്പിച്ചത്. അതിലപ്പുറം ഈ സമുദായം ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. അത് മനസ്സിലാക്കേണ്ട ആവശ്യം അതിൽ ഞങ്ങൾക്കുള്ളൂ. CD വേണമെങ്കിൽ മുഴുവനായി ഞങ്ങളെ കയ്യിലും ഉണ്ട്. അതെനിക്ക് വ്യക്തമായി. എന്റെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് ഒരിക്കലെങ്കിലും പറഞ്ഞ നമസ്കാരത്തിന് ശേഷം കൂട്ടപ്രാർത്ഥന നടത്തിയിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം, ഹദീസ് നമ്പർ പറയാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. ഒറ്റ വാക്കിൽ ഉത്തരം വേണം. ഉണ്ട്. അല്ലാഹുവിന്റെ റസൂൽ കൂട്ടപ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. ഇമാം തബറാനി ഉദ്ധരിച്ച ഹദീസിൽ നിങ്ങൾക്ക് കാണാം, മഹാനായ സ്വഹാബി പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സല്ലൈതു മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫജ്റ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ സുബ്ഹി നിസ്കരിച്ചു. ഫലമ്മാ സല്ലമ, അല്ലാഹുവിന്റെ റസൂൽ സലാം വീട്ടിയപ്പോ ഇൻഹറഫാ, ഞങ്ങളിലേക്ക് തിരിഞ്ഞിരുന്നു. ഓടിപ്പോയി എന്നല്ല. എന്നിട്ട് അവിടുന്ന് ദുആ ചെയ്തു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മദീനത്തിനാ, അല്ലാഹുവേ ഞങ്ങളെ മദീനയിൽ ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണം. അടോ, ഞങ്ങളെ മദീനയിൽ ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണം, എന്റെ മദീനയിൽ എനിക്ക് ബറക്കത്ത് ചെയ്യണം എന്നല്ല, പരസ്യമായി ദുആ ചെയ്തു. ഇമാം ഹാഫിദുൽ ഹൈതമി ഹദീസിനെ സംബന്ധിച്ച് പറഞ്ഞത് ഇതിന്റെ പരമ്പര സ്വീകാര്യയോഗ്യമാണ് സഹോദരങ്ങളെ. അപ്പൊ അതുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കണ്ട. മനസ്സിലായല്ലോ? ഒരു മിനിറ്റ്, അയാൾ ഒന്നുകൂടി പറയണ്ടേ? ഈ ഹദീസുകൾ സ്വീകരിക്കുമല്ലോ ഒന്നും പറയണ്ടല്ലേ?
അവനോട് സ്വീകരിക്കില്ല എന്നൊന്നും പറയണല്ലോ. ഞങ്ങളത് കേൾക്കാൻ എനിക്ക് അവകാശമുണ്ട്. നിങ്ങളെ അഭിപ്രായം സ്വീകരിക്കില്ലേ? എനിക്ക് പിടിവാശിയൊന്നുമില്ല. സ്വീകരിക്കും. സത്യം സത്യം സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ അപ്പൊ നാളെ അത് പിന്തുടരാൻ ഞാൻ തയ്യാറാണ് 100%. അപ്പൊ നാളെ മുതലോതും, നാളെ മുതൽ കൂട്ടുപ്രാർത്ഥന നടത്തും. ഇത് ശരിയാണെന്ന് ഞാൻ കണ്ടെത്തിയാൽ തീർച്ചയായിട്ടും ഞാൻ മുതലായി പരിപാടി നടത്തിയത് മുതലായി. ഓക്കെ, അള്ളാഹു അയാളെ പൂർണ്ണമായി സുന്നിയാക്കുമാറാകട്ടെ. ഇനി അടുത്ത് എന്റെ പേര് ഷിഹാബുദ്ദീൻ. ചോദിക്കാൻ കുറച്ച് ചോദ്യങ്ങളുണ്ട്. അപ്പൊ ലിമിറ്റഡ് എന്ന് പറഞ്ഞാലോട്. അതായത് പ്രധാനമായിട്ട് ഇസ്ലാമിൽ പരിഹാസം എന്ന് പറയുന്ന രീതി അംഗീകരിച്ചിട്ടില്ല. ഒരിക്കലുമില്ല. പിന്നെ പ്രൈസിങ്, ഒരാളെ പുകഴ്ത്തി പറയല്, ഒരാളെ വലിയ ഇതാക്കി കാണിക്കല്, അതൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ എല്ലാ സംഘടനകളും മുജാഹിദായാലും ജമാഅത്തായാലും സുന്നിയായാലും എല്ലാത്തിൻ്റെ ഈ പരിപാടി അടക്കുമ്പോൾ അതിന് ഉസ്താദ് വന്നപ്പോൾ തന്നെ വേറെ 2-3 വണ്ടികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊക്കെ ഒരു ഉസ്താദിന് തന്നെ ഒരു ഗർവ് സ്വാഭാവികമായിട്ട് ഉണ്ടാവും. അതെല്ലാവർക്കും ഉണ്ടാവും. ഇപ്പൊ മാതാമൃതാൻ വരുമ്പോഴും ഈ മറ്റേ ശ്രീ രവിശങ്കർ വരുമ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന് പെട്രോൾ അടിക്കുന്ന കാശുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, അതിന് പെട്രോൾ അടിക്കുന്ന കാശുണ്ടെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും ഒരു അരി മേടിച്ചു കൊടുക്കുക, അത് വേറെ പ്രശ്നം. പിന്നെ അതുപോലെ തന്നെ ഇത് ചോദ്യം അല്ല, ഞാൻ പറയാം, പ്രതികരിക്കണല്ലോ. എന്റെ പ്രവർത്തകർ ചെയ്തതാണല്ലോ. ഞങ്ങള് മനസ്സിലാക്കി സുഹൃത്തെ, മനസ്സിലായിക്കോളൂ. ഞാൻ പറയുന്നത് നമ്മള് ആരെങ്കിലും ചെയ്യുന്ന ആളുകളൊന്നുമല്ല. ഞങ്ങളെ നയം കേട്ടു. ഞങ്ങളെ നേതാവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് വന്നപ്പോൾ അന്ന് അവിടെ നടന്നത് ഏറ്റവും വലിയ ഘോഷയാത്രയാണ്. എന്താ പറഞ്ഞേ? അല്ലാഹുവിന്റെ റസൂൽ മദീനയിലേക്ക് വന്നപ്പോ സ്വഹാബികൾ എല്ലാവരും അന്ന് റബീഉൽ അവ്വൽ 12 കൂടിയായിരുന്നു. എല്ലാവരും പാട്ടുപാടി തോല അൽ ബദറു അലൈനാ മിൻ സനിയാത്തിൽ ബിദാഇ വജബ ശുക്രു അലൈനാ മദാ ലില്ലാഹി ദാഇ. ദഫ് മുട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ ആനയിച്ചു കൊണ്ടുവന്നു. ഇത് ഞങ്ങൾക്ക് പാഠമാണ്. ഞങ്ങളൊരു ഉസ്താദ് വരുമ്പോ അത് ഞാനിന്നല്ല ആരായാലും ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ സ്വഹാബത്തിന്റെ മാതൃക പിൻപറ്റുന്നു. അവിടെ തന്നെ നേതാക്കളോട് നിർദ്ദേശം, നിങ്ങൾ അതിന്റെ പേരിൽ ഇവിടെ നടക്കും വേണ്ട. അത് ഞങ്ങളെല്ലാ സ്ഥലത്തും പറയുന്നതാണ്. ഇവിടെ എന്തുണ്ടായാലും നമ്മൾ സാധാരണ പരിപാടിക്ക് പോകുന്ന മാതിരി വരും, മറുപടി പോകും. അത് നമ്മൾ ശ്രദ്ധിക്കലുമില്ല. ഞങ്ങളെ ലോകത്തുണ്ടാവും. ചെയ്തവർ കൂലി കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. പിന്നെ അത് ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ നബീന അങ്ങനെ കൊണ്ടുവന്നുണ്ട്, അതൊക്കെ ശരി. പക്ഷെ നമ്മുടെ സാമൂഹിക ചുറ്റുപാടിൽ ഒരുപാട് പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വിലക്കയറ്റം, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ നമ്മുടെ സാമുദായിക സംഘടനകൾ, ഇപ്പൊ സുന്നി, SYS, SSF, മറ്റ് സംഘടനകൾ, ജമാഅത്ത് ഇസ്ലാമി, മുജാഹിദ്, ബാലുശ്ശേരി, അത് ഇതൊക്കെ ഉണ്ട്. ഏതെങ്കിലും ഒരു സംഘടന ഉസ്താദിനെ ആരെങ്കിലും നിന്നിട്ട് ഇവിടെ അരിക്ക് വില കൂടി മനുഷ്യന് ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം, എന്തെങ്കിലും ഒരു സാമൂഹ്യ പ്രതിരോധമുള്ള ഒരു വിഷയം ഇവിടുത്തെ സാമുദായിക സംഘടനകൾ ഏറ്റെടുത്ത് പറഞ്ഞിട്ടുണ്ട്. സാമൂഹ്യ പ്രസക്തിയുള്ള എന്തെങ്കിലും ഒരു വിഷയം, ഏതെങ്കിലും ഒരു മനുഷ്യന് അത്യാവശ്യമായിട്ടുള്ള ബേസിക് ആവശ്യങ്ങളായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ഈ സാമുദായിക സംഘടനകൾ ഇടപെടാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ദുരവസ്ഥയ്ക്ക്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ഏറ്റവും വലിയ പ്രശ്നം ആഖിറത്തിന്റെ പ്രശ്നമാണ്. അല്ലേ? ആഖിറത്തിൽ വിജയിക്കണം, അതാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ പരിപാടിയൊക്കെ നടത്തുന്നത് ആഖിറത്തിന് വേണ്ടിയാണ്, പരലോകത്തിന് വേണ്ടിയാണ്. ഭൂമിയിലെ വിലക്കയറ്റും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ അത് മരിച്ചാൽ തീരുന്നതാണ്. മരിച്ചാൽ ഈ ജീവിതം തുടങ്ങണം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. വല്ലാഖിറത്തു ഖൈറും വഅബ്ഖാ. അപ്പോൾ പരലോകത്തിന്റെ പ്രശ്നമാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നം. അതിന്റെ അർത്ഥം ഞങ്ങളത് പറയാറില്ല എന്നല്ല. എപി ഉസ്താദിന്റെ പ്രസംഗം നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം. അതിൽ വിലക്കയറ്റവും എല്ലാം വരാറുണ്ട് ആവശ്യമായ സമയത്ത്. പക്ഷെ അത് ഞങ്ങൾ ലക്ഷ്യമല്ല. അത് പറയേണ്ടടുത്ത് ഞങ്ങൾ പറയും. ഏത് വിഷയം വരുമ്പോഴും ഞങ്ങൾ ഇടപെടും. സമരമാണ് ജീവിതം. അത് ഞങ്ങളെ പ്രമേയം തന്നെ സമരമാണ് ജീവിതം. അപ്പൊ അതൊക്കെ ഞങ്ങൾ നടത്തും. പക്ഷെ ഏറ്റവും വലിയ സമരം അത് ആദർശ രംഗത്തുള്ള സമരമാണ്. അതും ഞങ്ങൾ പറയും. കാരണം ഞങ്ങൾ മരിച്ചാൽ, നമ്മളൊക്കെ മരിച്ചാൽ, നിങ്ങളടക്കം എല്ലാവരും മരിച്ചാലുള്ളതിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ഈ
വിഭാഗം സുന്നികൾ എന്ന് പറഞ്ഞൊരു വിഭാഗം അതിപ്പോ വേണ്ട, ഞാൻ ആ ചോദ്യം നേരത്തെ ഒഴിവാക്കി. എന്റെ ഈ വിഷയത്തിൽ അത് പെട്ടതല്ല. നേരത്തെ അതിന് മറുപടി പറയില്ല. കാരണം ഞങ്ങളെ വിഷയത്തിൽ മുഖാമുഖത്തിൽ ആദ്യം പറഞ്ഞു, ഗ്രൂപ്പുപരമായ തർക്കങ്ങൾ ഞങ്ങൾ സ്വീകരിക്കുന്നതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ മെയിൻറ്റെയിൻ ചെയ്തു. നിങ്ങൾക്ക് സുന്നത്ത് ജമാഅത്തുമായി ബന്ധപ്പെട്ട സംശയം ചോദിക്കാം. ബാവുമായി ബന്ധപ്പെട്ട ചോദ്യമോ ഗ്രൂപ്പ് തർക്കമോ രാഷ്ട്രീയ തർക്കമോ ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യില്ല. അതിനുവേണ്ടി ഞങ്ങൾ വേറെ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാറുണ്ട്. അവിടെ നിങ്ങൾക്ക് വരാം, ചോദിക്കാം. ഇവിടെ ഞങ്ങൾ അത് ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങൾക്ക് വേറെ ചോദിക്കാം. ഞാൻ വേറെ ഒന്നുകൊണ്ടല്ല. അപ്പൊ 73 വിഭാഗങ്ങളിൽ ഇല്ല, ഞങ്ങൾ അതിൽ ഉൾപ്പെട്ട് ഞങ്ങൾ സുന്നി എന്ന് പറഞ്ഞാൽ സുന്നി, അതിനപ്പുറത്ത് കുറഞ്ഞു. പിന്നെ അങ്ങനെയാണെങ്കിൽ സുന്നിക്കാർക്ക് ഇപ്പൊ ചാനലുണ്ട്. പണ്ട് മദ്രസയിൽ പഠിക്കുമ്പോ സിനിമക്കോയനും തല്ലി നമ്മളെ ഈ TV കാണുന്നതിനൊക്കെ ഉസ്താദ്മാര് തല്ലി ആവശ്യമാക്കി. ഇപ്പൊ സുന്നിക്കാർക്ക് ചാനലുണ്ട്, മറ്റേ റിയാലിറ്റി ഷോ, അതിനകത്ത് ഒരുപാട് ഫാഷൻ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ അതിന് ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ആവശ്യകതയായിട്ടാണോ അത് കാണുന്നത്, അല്ലെങ്കിൽ അത് ഞങ്ങള് അതൊന്നും ആരും അംഗീകരിക്കില്ല. മുഹമ്മദ് രാമന്തലി ചോദിച്ചു, ഇത്തരം ചാനലുകൾക്കെതിരെ CD വരെ ഞങ്ങൾ ദുനിയാനടക്കം പുറത്തിറക്കും. ആ കളി ഞങ്ങളോട് വേണ്ട. ഞങ്ങൾ സിനിമ ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖിയാമത്ത് നാൾ വരെ പറയും സിനിമ ഹറാമാണ്, സിനിമ ഹറാമാണ്. അതിൽ ഒരു തർക്കവുമില്ല. ആരെങ്കിലും എവിടുന്നെങ്കിലും അത് അവരും അംഗീകരിക്കുന്നില്ല, ആരും അംഗീകരിക്കുന്നില്ല. അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റുമാണ്. ഞങ്ങളത് എവിടെ നിന്ന് തുറന്നു പറയും. റിയാലിറ്റി ഷോ ആയാലും ശരി, എന്ത് ഷോ ആയാലും ശരി. ഞാൻ നേരത്തെ പറഞ്ഞിലേക്ക് വരുന്നു. ഞങ്ങളുടെ ലക്ഷ്യം ആഖിറമാണ്, പരലോകമാണ്. അവിടെ ഹബീബ് പറഞ്ഞതിന്റെ അപ്പുറം ഞങ്ങൾക്കൊരു റിയാലിറ്റി ഷോ ഇല്ല, ഞങ്ങൾക്കൊരു സംഗീതമില്ല, ഞങ്ങൾക്കൊരു ഹറാമായ ഒരു സംഗതിയുമില്ല. അബൂലഹബിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച സമയത്ത് ഒരു അടിമ സ്ത്രീയെ മോചിപ്പിച്ചതിന് ഒരു ഗിഫ്റ്റ് ആയിട്ട് അള്ളാഹു വെള്ളം കൊടുക്കുന്നു. ശരിക്കും അബൂലഹബ് നബിയാണെന്ന് അറിഞ്ഞാൽ മോചിപ്പിക്കില്ലായിരുന്നു. നബിയാണ്, പക്ഷേ അബൂലഹബ് മോചിപ്പിച്ചത് നബി ജനിച്ചതിനല്ല മോചിപ്പിച്ചത്. അല്ല, ഞാൻ ചോദിച്ചത് അബൂലഹബ് നബിയാണെന്ന് അറിഞ്ഞിട്ടാണോ മോചിപ്പിച്ചത്? അല്ല, പക്ഷെ അത് ആരായി പോയി, നബിയായി പോയി. അതുകൊണ്ടുള്ള പരിഗണിച്ചു. ചിലപ്പോ അങ്ങനെ ഉണ്ടാവും. ഞാൻ പറയാം മനസ്സിലായില്ല. ഞാൻ തീരുമാനിച്ചു ഇന്ന് രാത്രി ഞാൻ ഇന്ന് രാത്രി സ്വതക്ക ഞാൻ തീരുമാനിച്ചു. മനസ്സിലായില്ല. അപ്പൊ ഞാനിങ്ങനെ പോകുമ്പോ രാത്രി ഒറ്റയ്ക്ക് പോവാം. ആരെ കണ്ടാലും സ്വതക്ക ചെയ്യുന്നതാണ് എന്റെ തീരുമാനം. അപ്പൊ ഒരാളിങ്ങനെ വരുന്ന ഞാൻ നല്ലൊരു സംഭാവന ആരാ നോക്കില്ല. പക്ഷേ ആഖിറത്തിൽ ചെന്ന് പറഞ്ഞു നല്ലൊരു ഇൽമ പഠിക്കുന്ന ആളാണ്. അപ്പൊ എന്തായാലും അറിയട്ടെ, ഞാൻ വിചാരിച്ചതിലേറെ ഞാനത് മുത്താലിമാണ് വിചാരിക്കാൻ ചെയ്തതല്ല. മനസ്സിലായോ? അപ്പൊ ഞാൻ വിചാരിച്ചില്ലെങ്കിലും അത് അങ്ങനെ ആയിപ്പോയി, കൊടുത്തത് മുത്താലിമായിപ്പോയി. എന്നതുപോലെ അബൂലഹബ് സന്തോഷിച്ചത് തന്റെ സഹോദരന്റെ പുത്രനൊരു മകനുണ്ടായതാ. പക്ഷെ ആ മകൻ ആരാണ് സത്യത്തിൽ? ഹബീബായ റസൂലുള്ളാഹി. അപ്പൊ അള്ളാഹ് തീരുമാനിച്ച് സംഗതി ആ നിയ്യത്തൊന്നും ഇല്ലെങ്കിലും സാധൊന്ന് ആഘോഷിച്ചല്ലോ, ആഘോഷിച്ച് നല്ല തന്നെ കൊടുക്കട്ടെ ഒന്ന് എറിഞ്ഞ് അള്ളാഹു തആല തിങ്കളാഴ്ച ഒരു ഓഫർ പ്രഖ്യാപിച്ചു. അതാണ്ടായത്. അപ്പൊ ഇമാമികൾ അവിടെ പറഞ്ഞു, അപ്പൊ നമ്മൾ അറിഞ്ഞുകൊണ്ട് മുസ്ലിമായ ഒരാൾ ആഘോഷിച്ചാൽ എത്ര കൂലി കിട്ടും? അതാണ് ആ വിഷയത്തിലെ നമ്മുടെ മാനദണ്ഡം. ഇവിടെ മുജാഹിദുകള് എന്ത് ചെയ്യണമെന്ന് ഒരു ക്ലിപ്പ് കാണിച്ചുകൊണ്ട് ചോദിച്ചത്, നിങ്ങൾ അടിമകളാണോ എന്നൊരു ചോദ്യത്തിനൊരു കമന്റ് പറഞ്ഞു. എന്ത് ചെയ്യണം? നിങ്ങൾ ശക്തമായിട്ടൊന്ന് അടിവരയിട്ട് എന്ത് ചെയ്യണം? ആലോചിക്കണം ഇതിനെക്കുറിച്ച്. എന്ത്? തീർച്ചയായും അങ്ങനെ നിങ്ങളുടെ ഉപദേശം കിട്ടുന്നതിന് മുമ്പ് തന്നെ ചിന്തിച്ചത് കൊണ്ടാണ് നിങ്ങൾ ഈ കാണിക്കുന്ന വിഭാഗീയതയെല്ലാം ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. അത് AP വന്ന് പറഞ്ഞതുപോലെ അപ്പടി അംഗീകരിക്കുന്ന, ഇപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത് സുലൈമാൻ സഖാഫി ഖുർആൻ തിരുത്തിയ ഒരു വിഷയം ഉണ്ടായി. നിങ്ങൾ അതിനെതിരെ ഞാൻ കമന്റ് പറയുന്നതിന് മുമ്പ് ഞാൻ നമ്മളുടെ പ്രവർത്തന മേഖല ഒന്ന് പറഞ്ഞുതരാമല്ലോ. അപ്പോ അതില് സുലൈമാൻ സഖാഫിയെ മാക്സിമം സപ്പോർട്ട് ചെയ്ത നിങ്ങൾ ആ വിഷയം അതേ ഒരു പ്രവൃത്തി നമ്മുടെ നേതൃനിരയിൽപ്പെട്ട ഒരാൾ ചെയ്തത് അത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനെ എതിർത്തുകൊണ്ട് നിൽക്കുന്നവരാണ് ഈ പറയപ്പെട്ട ചേരി തിരിഞ്ഞു ഓക്കെ. ആ പ്രവൃത്തി വരുന്നത് തന്നെ അല്ല, ആ പറയുന്ന പ്രവൃത്തികൾ തന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ പറയുന്ന പോലെ അടിമകളല്ലാത്തത് കൊണ്ടാണ്. എനിക്ക് ചോദിക്കാനുള്ള വിഷയം പറയാൻ പോവാം. എന്തായാലും പറഞ്ഞുകൂടെ സമയം. അതായത് നിങ്ങളിപ്പോ തൗഹീദ് അചഞ്ചലമാണ്, അജയ്യമാണ് എന്നൊക്കെ പ്രഖ്യാപിക്കുന്നത് മൂവാറ്റുപുഴ സംവാദത്തിൽ 1 2 പേര് വന്നിട്ട്
ഈ പറയപ്പെട്ട ഈ ഹദീസിന്റെ ഹുക്കുമ് ഇപ്പല്ല മോനെ അത് സ്വീകാര്യമാണ്. ആയിക്കോട്ടെ, അത് നിങ്ങളുടെ അഭിപ്രായമായിരിക്കാം. അല്ലല്ല, ഇമാമുകളുടെ അഭിപ്രായം. അവിടെ വെയിറ്റ് ചെയ്യും. അപ്പോ ആ ഒരു സന്ദർഭത്തിൽ അത് ഷിർക്കാണ് എന്ന് പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള വാദങ്ങളുമായി നിങ്ങൾ രംഗത്തിറങ്ങി. അതിന് മുമ്പ് അതിന് ശേഷം ഈ ക്യാപ്ഷൻ വന്നതിന് ശേഷം അത് എല്ലാ സമയവും. അപ്പോൾ അത് തെറ്റാണ്, അങ്ങനെയല്ല അതിന് വാദിക്കേണ്ടത്. അഹ്ലു സുന്നത്ത് ആ വിഷയത്തിൽ അതിന്റെ മച്ചനിൽ അങ്ങനെയല്ല കരുതിയിരിക്കുന്നത് എന്ന് തന്നെ നമ്മൾ മുൻകാലങ്ങളിൽ പറഞ്ഞത് തന്നെയാണ് നമ്മൾ പറയേണ്ടത്. ഇനിയും സമൂഹത്തോട് അതിൽ ശിർക്കില്ല എന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വിഭാഗം ഇവിടെ നിലകൊള്ളുന്നു. തീർച്ചയായും ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇവിടെ ഇസ്തിഗാസ എന്ന് പറയപ്പെട്ട മരിച്ച മഹാന്മാരെ വിളിച്ചു തേടുന്നത് ഈ ആയിബാദത്ത് അയ്യൂനി എന്ന ഹദീസിൽ എന്തടിസ്ഥാനത്തിലാണ് അവിടെ അത് ഈ പറയപ്പെട്ട ഇസ്തിഗാസക്ക് തെളിവായി വരുന്നത് എന്നൊന്ന് വിശദീകരിച്ചാൽ നന്നായി. അതാ തർക്കം. അൽഹംദുലില്ലാ, നല്ല ചോദ്യം, വളരെ കൃത്യമാണ് വിഷയം. അദ്ദേഹത്തിന്റെ അങ്ങനെയാണ് ചോദിക്കുന്നത്. നല്ല പ്രസക്തമായ ഒരു ചോദ്യമാണ് ഇത്. ഈ വിഷയത്തിൽ നിന്ന് നിങ്ങൾ എങ്ങനെ മരിച്ചുപോയ മഹാന്മാരെ എങ്ങനെ കാണുന്നു എന്നതാണ് ചോദ്യം. ചോദ്യത്തിന് മറുപടി എനിക്ക് സക്കരിയ സലാഹിനങ്ങൾക്ക് ഞാൻ കൊടുക്കാം. എന്താ പറഞ്ഞു, ഞങ്ങൾക്ക് എന്താണ് അതിൽ നിന്ന് കാര്യം? അതാണ് ചോദ്യത്തിന്റെ പ്രസക്തമായ ഭാഗം. ഞാൻ വരുന്നു. 3 വിഷയങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, ഇക്കാലമൊക്കെ ഞാനിവിടെ പ്രസംഗിച്ചപ്പോഴും പറഞ്ഞു, ഞങ്ങളെ പേരിലുള്ള ശക്തമായ ആരോപണം, എല്ലാവരും പറയുന്ന ആരോപണം എന്തായിരുന്നു? ഞങ്ങൾ മരിച്ചുപോയ മഹാന്മാരെ വിളിക്കുന്നവരാണ്. അതിനെന്താണ് നിങ്ങൾ കാരണം പറഞ്ഞ? അവിടെയാണ് നിങ്ങളെ പ്രധാനപ്പെട്ട പോയിന്റ്. അത് ഉമർ മൗലവിയുടെ ഫാത്തിഹയുടെ തീരത്ത് എന്ന പുസ്തകത്തിലടക്കം നിങ്ങൾ എഴുതിയത്. എന്താ എഴുതിയത്? വിഷയം വ്യക്തമാണ്. അദൃശ്യമായ മാർഗത്തിൽ സഹായം തേടുകയോ അല്ലെങ്കിൽ ഉപദ്രവം ഭയപ്പെടുകയോ ചെയ്തുകൊണ്ട് താഴ്മ കാണിക്കലാണ് ആരാധന എന്നാണ് നിങ്ങൾ ഇത്രയും കാലം ജനങ്ങളെ പഠിപ്പിച്ചിരുന്നത്. അഥവാ മറിഞ്ഞ മാർഗത്തിലൂടെ സഹായം തേടിയാൽ അത് തെറ്റാണ്, ശിർക്കാണ് എന്നാണ് ഇത്ര കാലവും മുജാഹിദുകൾ പഠിപ്പിച്ചിരുന്നത്. ഉമർ മൗലവിയുടെ പുസ്തകങ്ങളിലടക്കം നിങ്ങൾക്കത് കാണാം. ഉമർ മൗലവിയുടെ വിപരീതം ചിലപ്പോൾ പറഞ്ഞു നോക്കാൻ, അയാളും മുജാഹിദാണല്ലോ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ ആ ഒരു അസിൽ വെച്ച് ലോക മുസ്ലിമീങ്ങളായി ഞങ്ങളെ കാഫറാക്കി വന്നതിന്റെ ഇടയിലാണ് നിങ്ങൾ ഒരു കാര്യം തുറന്നു പറഞ്ഞത്. അഥവാ ഒരു മൗലവി ഒരാൾ കുടയിൽ വീണു അല്ലെങ്കിൽ ഒരാൾ ആക്സിഡന്റിൽപ്പെട്ടു, എന്നാൽ അവിടെ ബദിരീങ്ങളെ വിളിച്ചുകൂടാ, അടിയദ്ദീശേഖനെ വിളിച്ചുകൂടാ, പക്ഷേ നിങ്ങൾക്ക് വിളിക്കാം ജിന്നേ എന്നെ ഒന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കല്ല എന്നിടത്തേക്ക് നിങ്ങളും എത്തി. അവിടെയാണ് ഞങ്ങൾ ഒന്നാമത്തെ പോയിന്റ്. നിങ്ങളും ഞങ്ങളും ഒരു വ്യത്യാസമുള്ളൂ. ഞങ്ങൾ പറയുന്ന ഔലിയാക്കളോട് തേടിയാൽ ശിർക്കല്ല, നിങ്ങൾ പറയുന്നത് ജിന്നുകളോട് തേടിയാൽ ശിർക്കല്ല. ഒന്ന് ശരിക്കും കേട്ടോളൂ. നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത് സക്കരിയ സലാഹിയാണ്. അയാളുടെ ആലുവ പ്രസംഗം തന്നെ മുഴുവൻ വേണമെങ്കിൽ ഞാൻ തരാം. അയാൾ പറയുന്നുണ്ട്, പുഴയിൽ വീഴുന്നു ഒരാൾ പുഴയിൽ വീഴുന്നു, അയാൾ വിളിക്കുന്നു എന്ത്? യാ ഇബാദ ജിന്നേനെ രക്ഷിക്കണേ. എങ്കിലത് ശിർക്കല്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞ എന്താ? മുന്നിൽ കാണാത്തവരെ വിളിച്ചാൽ ശിർക്കാണ്. ഇതല്ലേ ഈ ജനങ്ങളോട് നിങ്ങൾ പറഞ്ഞിരുന്നത്? ആ ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കിയെടുത്ത് തെറ്റുപറ്റിപ്പോയതാണ് സഹോദരന്മാരെ. അതുകൊണ്ടാണ്. പക്ഷെ നിങ്ങൾ അവിടെ ശിർക്കല്ലാതെ അംഗീകരിച്ചതോടെ ഞങ്ങൾ ഒന്നാമത്തെ വിജയമാണ്. പണ്ട് നിങ്ങളത് ശിർക്കാന്ന് പറഞ്ഞവരായി, ഇപ്പൊ ശിർക്കല്ല നിങ്ങൾ പറഞ്ഞു. പിന്നെ നിങ്ങൾ അത് ഹറാമാണ്, അത് നിങ്ങളെ വക നിങ്ങൾ ഉണ്ടാക്കിയതാണ്. ഹറാമാണ്, ശിർക്ക്, വസീലത്തിന്റെ ശിർക്ക്, അതൊക്കെ നിങ്ങളെ വകയാണ്. അത് ഞങ്ങൾക്ക് അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഞങ്ങൾ ഒരു കൊല്ലം കൂടി പണിയെടുത്ത ഹറാമല്ല എന്നോർത്ത് നിങ്ങൾ എത്തിച്ചേരാം. ശിർക്കല്ല നിങ്ങൾ പറഞ്ഞോ, അത് മതി. സക്കരിയാസലായി സംസാരിക്കുന്നു. എന്റെ പ്രസംഗത്തിന്റെ ബാക്കി തന്നെയാണ്. അത് ചോദിച്ചപ്പോ ആ പ്രസംഗത്തിലൂടെ നമുക്ക് പോകാന്ന് മാത്രം. ശരി, ഒന്ന് കേട്ടോ അല്ലേ? ഇപ്പൊ നിങ്ങൾ നോക്കൂ, പുഴയിൽ വീണ ഒരാളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു അല്ലാഹുവേ രക്ഷിക്കണേ എന്നാ പറയേണ്ടത്. അപ്പൊ ഈ അനസ് മുസ്ലിയാരുടെ ഈ പ്രസംഗം കേട്ടിട്ട് ഒരാളൊരു കുസൃതി ചോദ്യം ചോദിച്ചു, മനുഷ്യരാരും കാണുന്നില്ല കരയിൽ. അപ്പൊ എന്റെ ശബ്ദം കേൾക്കുന്ന ഒരു ജിന്നോ ഒരു മലക്കോ ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ച് ഒരാൾ ചോദിച്ചാലോ? നമ്മൾ പറഞ്ഞു പാടില്ല, ഹറാമാണ്, നബി പഠിപ്പിച്ചിട്ടില്ല, അത് ശിർക്കിലേക്കുള്ള വസീലയാണ്. ശിർക്കാവോ? പിന്നെയും ചോദിക്കാം. പാടില്ല എന്നിട്ട് വിടുന്നില്ല, ശിർക്കിലേക്കുള്ള വസീലായിട്ടും വിടുന്നില്ല. പാടുന്നു. ഈ പ്രസംഗം കേട്ടിട്ട് ചോദിക്കണം, ഇയാളുടെ ഈ പ്രസംഗം കേട്ട് ജായിസാണ്, തെറ്റല്ല, കുറ്റല്ല. അപ്പൊ നമ്മൾ ഹറാമുണ്ട്, അപ്പൊ ശിർക്കാണോ? ശിർക്കാന്ന് പറയാൻ പറ്റൂല. അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോണ ശിർക്ക് ചെയ്തു എന്ന് പറയാൻ പറ്റൂല. കണ്ടോ, ശിർക്കാന്ന് പറയണില്ല.
അയാൾ മരിച്ച മുശ്രിക്കായി മരിച്ചു എന്നായി പറയണതേ. അത് പറയാൻ പറ്റുമോ? കാരണം അയാളെ മനസ്സിലെന്താ, ഈ കരയിലുള്ള ജിന്നോ മലക്കോ എന്റെ ഒച്ച കേൾക്കുന്നുണ്ടെങ്കിൽ അവർ സഹായിക്കട്ടെ എന്നാ. അപ്പൊ പ്രാർത്ഥന അയാളെ മനസ്സിൽ വരുന്നില്ല. അതുകൊണ്ട് ശിർക്കില്ല എന്ന് പറഞ്ഞു, സൂക്ഷ്മമായി പറഞ്ഞതാ. സുഹൃത്തെ, ശിർക്ക് കുഫ്ർ എന്നൊക്കെ പറഞ്ഞ അള്ളാന്റെ ഹുക്കുമാണത്. അത് പറയണമെങ്കിൽ അള്ളാഹുവോ റസൂലോ നസ്സായിട്ട് പറയണം. അല്ലാത്തത് പറഞ്ഞാൽ നമ്മൾ പടച്ചവന്റെ ഹുക്കുമിൽ കൈകടത്തിയവരാകും, കുറ്റക്കാരാകും. നിങ്ങളുടെ നാവുകൾക്ക് തോന്നുന്നതനുസരിച്ച് ഇത് ഹലാൽ ഇത് ഹറാം എന്ന് നിങ്ങൾ പറയാൻ പാടില്ല. ഏറ്റവും വലിയ പോയിന്റാണ്. ഈ വർഷത്തെ അവാർഡ് ശരിക്കും ഇയാൾക്കാ കൊടുക്കേണ്ടത്.